ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ബീഫ് മന്തി ഉണ്ടാക്കി നോക്കിയാലോ, അതും കുക്കറിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ 1/2 kg ബീഫാണ് എടുത്താക്കുന്നത്. നോർമലി മന്തി ഉണ്ടാക്കുമ്പോൾ ബീഫ് വലുതായിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ മേടിച്ചിട്ട് വന്നത് ചെറുതായിട്ടായതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്താക്കുന്നത്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചാക്കുന്ന ബീഫിലേക്ക് ഒരു 1/2 ക്യാപ്സിക്കം കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്തത്, കുറച്ച് മല്ലിയിലയും പുതിനയിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനെല്ലാം 1/2 kg ബീഫിനുള്ള കണക്കിലാണ് എടുത്താക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ബീഫ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കൊടുക്കാം. 3 ഏലക്കായ, 3 പീസ് പട്ട, 3 കരയാമ്പൂ, പിന്നെ കുറച്ച് മല്ലി മുഴുവനേ ഉള്ളത്, പിന്നെ ആവശ്യത്തിന് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മതിയാവും, ഹോൾ പെപ്പർ 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മന്തി മസാലയാണ്. അതൊരു 1 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക ചിക്കൻ ക്യൂബാണ്. 2 ചിക്കൻ ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോൾട്ടഡ് ചിക്കൻ ക്യൂബാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചിക്കൻ ക്യൂബ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലാണ് അത് മസാലയുടെ കൂടെ പെട്ടെന്നൊന്ന് മിക്സ് ആവത്തുള്ളൂ. ഇനി മസാലയൊക്കെ ബീഫിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടി കൈ വെച്ച് നല്ല മുറുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ക്യൂബിന് പകരം ബീഫ് ക്യൂബാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ചിക്കൻ ക്യൂബായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആദ്യമേ ഒഴിച്ചു കൊടുക്കായിരുന്നു, ഞാൻ മറന്നു പോകണ്ട കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ബീഫിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് 2 കപ്പ് അരി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. 1/2 hour ആയപ്പോഴേക്കും ബീഫിലെ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ബീഫ് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ബീഫ് വേവിക്കേണ്ട കേട്ടോ. എന്നാലും ഒരു ഇച്ചിരി വെള്ളം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെക്കാം. നമുക്ക് പാരലലി മന്തി റൈസ് കൂടി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് 3 ഏലക്കായ, 3 കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 1/2 ചിക്കൻ ക്യൂബ്, പിന്നെ 1 ടീസ്പൂൺ മന്തി മസാല, പിന്നെ ഒരു ഉണക്ക നാരങ്ങ, കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി തിളയ്ക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 90% വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 1/2 പോർഷൻ ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ബീഫിൻ്റെ മേലെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടി ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി മന്തി കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്ത് മേലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളർ വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം, പക്ഷെ അത് ഓപ്ഷണലാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ലെയർ ചെയ്ത് കൊടുക്കാം. ലെയറിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു 3-4 പച്ചമുളക് നീളമുള്ളതെടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി കലക്കിയത് കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കഷ്ണം കരി എടുത്തൊന്ന് കത്തിച്ചു കൊടുക്കാം. ഒന്ന് കത്തി വരുമ്പോഴേക്കും അതൊരു പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഇച്ചിരി ഓയിൽ തന്നെ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴേക്കും മന്തി റെഡി ആയിട്ടോ. കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കടയിലൊക്കെ പോയി കഴിക്കുന്ന മന്തിയുടെ അതേ സ്മെല്ല്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.